ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ മോർണിംഗ് വാക്ക് തുടങ്ങുകയാണ്. ഇന്ന് ഞാനും ക്രിസ്ത്യൻ ചേച്ചിയും ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരിടത്താണ്. അപ്പോൾ ഡേറ്റ് പറഞ്ഞ് നമുക്ക് നമ്മുടെ വാക്ക് തുടങ്ങാം. മറ്റു വിശേഷങ്ങൾ അതിന് ശേഷം പറയാം. ജനുവരി 25 ശനിയാഴ്ചയാണ്, മകരം 12 യെസ്, കൊല്ലവർഷം 1200. അങ്ങനെ 2025 പിറന്നിട്ട് 25 ദിവസങ്ങൾ പിന്നിടുന്ന ദിവസം കൂടിയാണ് ഇന്ന് എന്നൊരു പ്രത്യേകതയുണ്ട്. അതെന്തെങ്കിലും ആഘോഷമുണ്ടോ? അല്ല, 25 എന്ന് പറയുന്ന ഒരു മാർക്കാണല്ലോ. ഞാൻ വിചാരിച്ചു ഇനി 25-ാം ദിവസം ആഘോഷം. മാത്രമല്ല 25, 1, 25 രണ്ട് സൈഡിലും 25 വരുന്നു അല്ലേ? അങ്ങനെയുണ്ട്. എനിക്ക് വയ്യ ബുദ്ധി. അതാണ്. അപ്പോ നല്ലൊരു തുടക്കമാവട്ടെ. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പൊ നമ്മുടെ ആലസ്യത്തിന്റെ പ്രശ്നങ്ങളൊന്നും ആർക്കും ഇല്ല എന്ന് കരുതുന്നു. എല്ലാവരും പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റ് റെഡിയായി നമ്മുടെ ഒപ്പം മോർണിംഗ് വാക്കിനായി തയ്യാറായി നിൽക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ശനിയാഴ്ച നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. വാർത്തകൾ ഒരുപാട് സംഭവിക്കുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞത് പോയത്. രണ്ടും എന്താണ് പറയുക, വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ അങ്ങനെയാണ്. ഇന്നും ഒരുപാട് പുതിയ അപ്ഡേറ്റുകൾ ആ വാർത്തകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, പുതിയ വാർത്തകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ വാർത്തകളും പോകെ പോകെ നിങ്ങളുടെ വിശേഷങ്ങളും എല്ലാം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. കാട്ടാനയും കടുവയും മനുഷ്യനും ഒക്കെ ചേർന്ന് നമ്മുടെ വാർത്താ ദിനങ്ങളെ സമ്പുഷ്ടമാക്കിയ ദിവസമായിരുന്നു. ഇതിൽ പല കാര്യങ്ങൾക്കും പരിഹാരമാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പരിഹാരങ്ങളെല്ലാം ഉൾപ്പെടെ ഒരിക്കൽ കൂടി നമ്മുടെ ടാഗ് ലൈൻ ഓർമ്മിപ്പിക്കുന്നു: എൻ്റെ മാനസിക ശാരീരികാരോഗ്യം എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ മോർണിംഗ് വാക്ക് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ എവിടെയുള്ളത് എന്ന് കാര്യം നേരത്തെ പറഞ്ഞില്ല. അത് വളരെ സ്പെഷ്യലായ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീമൂലനഗരം പഞ്ചായത്തിലാണ്. നെടുമ്പാശ്ശേരി നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്താണ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്താണ്. തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയേണ്ടി വരും. തൊട്ടടുത്ത് ഒരു 2 കൈ അകലെ നമുക്ക് എയർപോർട്ട് കാണാം. അവിടെ ഉള്ള ഒരു കല്ലുംകൂട്ടം എന്നാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ലോക്കലൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ പേര് കല്ലുംകൂട്ടം എന്നാണ്. കല്ലുംകൂട്ടം ശ്രീമൂലനഗരം പഞ്ചായത്തിലാണ് വരുന്നത്. അപ്പോൾ അവിടെയുള്ള എയർപോർട്ടിന്റെ ഈ റൺവേയോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു പൊതു റോഡിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് മോർണിംഗ് വാക്കിനായി. അപ്പോൾ ഇവിടെ ഫ്ലൈറ്റുകൾ വരുന്നതും പോകുന്നതും ഒക്കെ അടുത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. മനോഹരമായ പ്രകൃതിയും ഇതിന്റെ ഒരു ഭാഗമാണ് അല്ലേ? അതെ. അപ്പോൾ വാർത്തകളിലേക്ക് പോവാം. വളരെ പ്രധാനപ്പെട്ട രാവിലെ തന്നെ കാട്ടാനയെ കൊണ്ട് ഒരു രക്ഷയുമില്ലെന്ന വാർത്തയാണ്. അതെ. അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിലേക്കാണ് ആദ്യം. പാലക്കാട് വാളയാറിലാണ് കർഷകനെ കാട്ടാന ആക്രമിച്ചു എന്ന വാർത്ത വരുന്നത്. വാളയാർ സ്വദേശി വിജയനാണ് കാട്ടാനയുടെ ചവിട്ടേറ്റത്. നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു സംഭവം? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയനാണ് പരിക്കേറ്റത്. വിജയനെ ഈ പരിക്കേറ്റ ഉടനെ തന്നെ പാലക്കാട് ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ്. വാളയാർ സ്വദേശിയാണ്. ഈ വാളയാർ മേഖലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി ജനവാസ മേഖലകളിലേക്ക് ഈ കാട്ടാനക്കൂട്ടം എത്തുന്ന സാഹചര്യമുണ്ട്. ഒറ്റയായും കൂട്ടമായും ഒക്കെ കൃഷിയിടത്തിലും മറ്റും കാട്ടാന എത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ വിജയനെ കാട്ടാന ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏത് സാഹചര്യത്തിലാണ് വിജയൻ ഈ രാത്രിയിൽ കൃഷിയിടത്തിൽ എത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും അദ്ദേഹത്തിന് നല്ല പരിക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തെ ആന ചവിട്ടുകയാണ് ചെയ്തതെന്നും അറിയാൻ കഴിയുന്നു. എന്തായാലും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, നിഖിൽ പ്രമേശാണ് വാർത്ത പങ്കുവച്ചത് പാലക്കാട് നിന്ന്. അങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നാട്ടിൽ പലയിടങ്ങളിലായി എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ അതൊരു തുടർക്കഥയായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തിയ, നമ്മൾ നടുങ്ങിയ എന്ന് പറയുന്ന ആ വാർത്തയാണത്. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ നിന്നാണ് വന്നത്. അവിടെ കടുവ ഒരു സ്ത്രീയെ ആക്രമിച്ചു കൊന്ന സംഭവം. അതിന്റെ നടുക്കത്തിൽ നമ്മൾ മാറിയിട്ടില്ല. അപ്പോൾ ആ കടുവയെ പിടിക്കാനുള്ള നടപടികൾ എന്തായി എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ആ വാർത്തയിലേക്ക് പോകാം അല്ലേ? നീ അതെ, വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ ആക്രമിച്ചു കൊന്ന കടുവയ്ക്കായി വനംവകുപ്പിന്റെ തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. വനത്തിനുള്ളിൽ RRT സംഘം ഇന്ന് രാവിലെ മുതൽ തെരച്ചിൽ തുടരും. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ പോസ്റ്റ്മോർട്ടം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഇന്ന് നടക്കും. മാനന്തവാടി നഗരസഭാ പരിധിയിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങിയിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. അപ്പോൾ അറിയേണ്ടത് ഈ കടുവയെ
എപ്പോൾ കൊല്ലും എന്നുള്ളതാണ്. കാരണം ആ രീതിയിലുള്ള ആവശ്യമാണ് നാട്ടുകാർ അറിയിച്ചിരിക്കുന്നത്. കടുവയെ പിടിക്കുക എന്നുള്ളതല്ല, കടുവയെ വെടിവെച്ച് കൊല്ലുക എന്ന ആവശ്യമാണ് കഴിഞ്ഞ ദിവസമൊക്കെ വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർ ഉന്നയിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ആ ഉത്തരവൊക്കെ ഇറങ്ങി നമ്മൾ കണ്ടതാണ് അത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇന്നലൊരു കൂട് സ്ഥാപിച്ചിരുന്നു. ആ കൂടിനടുത്തേക്ക് എപ്പോഴായിരിക്കും ഈ RRT സംഘം എത്തുക? എന്താണ് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ? അഭിജിത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം. എന്തായാലും നമ്മൾ നടുങ്ങിയ വാർത്തയാണ്, അതിലെ അപ്ഡേഷനാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം അഭിജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി അവിടെ നിന്നും ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ഏതായാലും തെരച്ചിൽ അവിടെ തുടരുകയാണ്. മേഖലയിൽ വനം വകുപ്പ് സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത നടപടി? വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അതെ, ഈ ആക്രമണം നടന്ന പ്രദേശത്ത് തൊട്ടടുത്താണ് ഒരു വലിയ കൂട് സ്ഥാപിച്ചത്. അതിന് മുകളിൽ ഓലയൊക്കെ വെച്ച് കടുവയ്ക്കായിട്ടുള്ള കൂട് അവിടെ സ്ഥാപിച്ചിരുന്നു. അതിൽ കടുവ വീണിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അഭി തയ്യാറായി നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അഭി, ഗുഡ് മോർണിംഗ്. അപ്പോൾ അറിയേണ്ടത് ഈ കടുവ ഈ കൂട്ടിൽ ഇന്നലെ സ്ഥാപിച്ച കൂട്ടിൽ വീണിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് അറിയാൻ RRT സംഘം അവിടത്തേക്ക് എത്തണം. അവരെപ്പോഴായിരിക്കും എത്തുക? ഒപ്പം കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനുള്ള മറ്റു പരിപാടികൾ, സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? പ്രജിൻ ക്രിസ്റ്റീന, നിലവിൽ കടുവ ആ കൂട്ടിൽ കുടുങ്ങിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഈ ക്യാമറകളൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. എപ്പോൾ കടുവ ഈ കൂട്ടിനകത്ത് പെട്ടാലും അപ്പോൾ തന്നെ അറിയുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഈ പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ പിടികൂടുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ് വനം വകുപ്പ് സംഘം. കൂടുതൽ RRT ഇവിടേക്ക് എത്തുകയും ചെയ്യും രാവിലെയോടുകൂടി. അല്പസമയത്തിനകം ഈ തെരച്ചിൽ, വനത്തിനകത്തേക്ക് കയറിയുള്ള തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്യും. ഇന്നലെ തന്നെ ഈ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്നും തുടരുകയും ചെയ്യും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാമറ ട്രാപ്പുകളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിദഗ്ധരായ ഇത്തരം ദൗത്യ സംഘങ്ങളുടെ ഭാഗമായവർ ഇന്ന് ഇവിടേക്ക് എത്തുന്നുണ്ട്. അതായത് ഡോക്ടർ അരുൺ സക്കറിയെ പോലെയുള്ളവർ ഈ പ്രദേശത്തേക്ക്, ഈ മേഖലയിലേക്ക് ഇതെത്തും. ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യും. നിലവിൽ നോർത്ത് DFOയ്ക്കാണ് ഇതിൻ്റെ ചുമതല, ഈ ദൗത്യ സംഘത്തിൻ്റെ ചുമതലയും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും വലിയ സജ്ജീകരണങ്ങൾ ഈ കടുവയെ, നാട്ടുകാർക്ക് ആശങ്കയായി മാറിയ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത്, നമ്മൾ അവിടെ ഇപ്പോൾ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൂട്ടിൽ ഈ കടുവ കുടുങ്ങുമോ എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. അതല്ലെങ്കിൽ ഈ വനം കയറിയുള്ള പരിശോധനയ്ക്കിടയിൽ കടുവയെ കണ്ടാൽ വെടിവെക്കാൻ ഉൾപ്പെടെയുള്ള ഉത്തരവുകൾ ഇന്നലെ തന്നെ പുറത്തിറങ്ങിയതാണ്. ഏതായാലും ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് ഊർജിതമായി പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മേഖലയിൽ പഞ്ചാരക്കൊല്ലി ഉൾപ്പെടെ ഉള്ള മേഖലയിൽ ഇന്ന് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂടാതെ ഇന്ന് ഈ മാനന്തവാടി നഗരസഭയിൽ ഹർത്താലാണ്, UDF പ്രഖ്യാപിച്ച ഹർത്താലാണ്. ഇപ്പോൾ നമ്മൾ ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്താണുള്ളത്. അവിടെ രാവിലെ 6 മണി മുതൽ തന്നെ കടകൾ അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് UDF. കൂടാതെ ഈ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം 11 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്. അതിൽ 5 ലക്ഷം രൂപ ഇന്നലെ തന്നെ മന്ത്രി നേരിട്ടെത്തി കൈമാറുകയും ചെയ്തു. ബാക്കി നഷ്ടപരിഹാരം ഈ ദിവസങ്ങളിൽ തന്നെ, ഇന്ന് തന്നെ കൊടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ ഈ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രി ഇന്നലെ വിശദീകരിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികളും ഒരു ഭാഗത്ത് പുരോഗമിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രാധയുടെ മൃതദേഹം നിലവിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തുടർന്ന് ഈ പഞ്ചാരക്കൊല്ലിയിലുള്ള രാധയുടെ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്യുക. ഏതായാലും ഈ നാട്ടുകാരുടെ ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ നരഭോജി കടുവയെ പിടികൂടേണ്ടതുണ്ട്. അതിനെ പിടികൂടി വെടിവെച്ച് കൊല്ലുന്നതുവരെ തങ്ങളുടെ ആവശ്യവുമായി മുന്നോട്ട് പോകുമെന്ന് നാട്ടുകാർ. അതിനിടയിൽ ഈ കടുവയെ മറ്റൊരിടത്ത് കണ്ടതായിട്ടുള്ള ചില വാർത്തകൾ നാട്ടുകാർ തന്നെ പങ്കുവച്ചിരുന്നല്ലോ, മറ്റൊരിടത്ത് കണ്ടു എന്ന് പറയുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? അത് ഈ പറയുന്ന പഞ്ചാരക്കൊല്ലിയിൽ നിന്നും എത്രമാത്രം അകലെയാണ്?
അഭിജിത്ത് മുഴക്കുന്നിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം. എനിക്ക് തോന്നുന്നു റേഞ്ചിന്റെ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് കോൾ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും അവിടെ പലയിടങ്ങളിലായി നാട്ടുകാർ അങ്ങനെ പറയുന്നുണ്ട്, കടുവയെ മറ്റൊരിടത്ത് കണ്ടു. അതായത് ഒന്നിലേറെ കടുവകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതോ ഈ കടുവ തന്നെയാണോ കഴിഞ്ഞ ദിവസവും നാട്ടുകാർ കണ്ടതെന്ന ചോദ്യമുണ്ട്. മറ്റൊന്ന്, നാട്ടുകാർ സർക്കാർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷേ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. ഓരോ ദിവസവും അവരിങ്ങനെ തള്ളി നീക്കുമ്പോൾ ഇതുകൊണ്ടൊരു ശാശ്വത പരിഹാരമില്ലേ എന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ ഇന്നവിടെ ഹർത്താലിനുപരി മറ്റ് പ്രതിഷേധങ്ങൾക്കുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതെ, ഇത് കടുവയെ കൊല്ലുക എന്ന് തന്നെയാണ് അവർ പറയുന്നത്, അത് അല്ലാതെ മറ്റൊന്നിനും തങ്ങൾ ഓക്കെ അല്ല എന്ന് പറയുന്നു. ഇന്നലെ അത്തരം ശക്തമായ പ്രതിഷേധങ്ങൾ കണ്ടതുമാണ്. അഭിജിത്ത് തുടരുന്നുണ്ട്. അഭി നേരത്തെ ചോദിച്ചതാണ്, ഫോൺ കട്ടായി പോയതാണ് അതിനിടയിൽ. ഇന്നലെ തന്നെ ഈ കടുവയാണെന്നറിയില്ല, കടുവയെ മറ്റൊരിടത്ത് കണ്ടു എന്ന് നാട്ടുകാരിൽ ചിലർ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് അധികൃതർ അന്വേഷിച്ചിട്ടുണ്ടോ? അത് ഈ പഞ്ചാരക്കൊല്ലിയിൽ നിന്നും എത്ര അകലെയാണ്? തീർച്ചയായും പ്രജിൻ, ഈ പ്രദേശത്ത് തന്നെ വീണ്ടും ദേശീയപാതയുടെ വയനാട് വൈത്തിരിയിലാണ് ഈ കടുവയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടതായി നാട്ടുകാർ ഇന്നലെ രാത്രി തന്നെ അവകാശപ്പെട്ടത്. അത് ഈ ദേശീയപാതയിൽ നിന്ന് 200 മീറ്റർ മാറി അറമല ഭാഗത്താണ്. അവിടെ നാട്ടുകാർ ഇന്നലെ തന്നെ എത്തുകയും പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയതിന് പിന്നാലെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ചെറിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആ രീതിയിൽ ആ പ്രദേശത്ത് കടുവയെ കാണുക എന്നുള്ളത് നാട്ടുകാരെ സംബന്ധിച്ച് ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഭാഗത്തുകൂടി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ചിലരാണ് ഈ കടുവയെ കണ്ടതായി പറയുന്നത്. അത് ഏറെ അകലെയല്ല, രണ്ടും അല്പം അടുത്തടുത്ത പ്രദേശങ്ങൾ തന്നെയാണ്. അതിനാൽ തന്നെ ആ ഒരു ആശങ്ക നാട്ടുകാർക്ക്, ആ പ്രദേശത്തുള്ളവർക്കുമുണ്ട്. പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയാണ് ഇക്കാര്യങ്ങൾ നാട്ടുകാരുമായി സംസാരിച്ചതും പിന്നീട് നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും വയനാട്ടിലുള്ളവരെ സംബന്ധിച്ച് ആ ഒരു ഭീതി, അവരുടെ ആശങ്ക അത് അനുദിനം അവർക്ക് വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് ഈ അമരിക്കുനിയിൽ കടുവയെ കൂട്ടിലാക്കുന്നത്. അതിന് ദിവസങ്ങൾ ഏതാണ്ട് ഒരാഴ്ചയോളം ദിവസം ഈ ആടുകളെ കടുവ പിടിച്ചു നിന്നൊരു സാഹചര്യമുണ്ടായി. പിന്നീട് കൂട് സ്ഥാപിച്ച് അമരിക്കുനിയിൽ കടുവ കൂട്ടിലാകുന്നു. പിന്നീട് ദിവസങ്ങൾക്ക് മാത്രം ഇപ്പുറം ഒരു സ്ത്രീക്ക് തൻ്റെ ജീവൻ തന്നെ ഈ കടുവയുടെ ആക്രമണത്തിൽ നഷ്ടമാകുന്നു. അങ്ങനെ ഈ വന്യമൃഗശല്യത്തിന്റെ വലിയ ദുരിതക്കയത്തിലാണ് വയനാട്ടിലെ ജനത. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ തന്നെയാണ് ഇന്നലെ അരങ്ങേറിയത്. ഏതായാലും കടുവ കൂട്ടിലാകുമെന്നുള്ളൊരു പ്രതീക്ഷ അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് അവർ. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി നമ്മൾ വയനാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വാർത്തകളിലേക്ക് പോകാം അല്ലേ? അതെ. അപ്പോൾ ഇന്ന് എറണാകുളത്ത് CPIM ജില്ലാ സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി CN മോഹനൻ തുടരാൻ സാധ്യതയാണ് കാണുന്നത്. വിഭാഗീയത കെട്ടടങ്ങിയതിനാൽ CN മോഹനൻ തന്നെ ഇക്കുറിയും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരും എന്ന വാർത്തയും വരുന്നുണ്ട്. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ ദയനീയ പരാജയം, മുനമ്പം ഭൂമിത്തർക്കം, കൂത്താട്ടുകുളത്തെ രാഷ്ട്രീയ നാടകം തുടങ്ങിയ വിഷയങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ചയാകും എന്നുകൂടി അറിയാൻ കഴിയുന്നു. ഇടത് പാളയത്തിലേക്കുള്ള KV തോമസിന്റെ വരവും സമ്മേളനത്തിൽ ചർച്ചയായി വരും. തിങ്കളാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇനി നമ്മൾ സംസ്ഥാന കോൺഗ്രസിന്റെ കാര്യമാണ് അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ മൃഗങ്ങളുടെ കാര്യം ആദ്യം നമ്മൾ കാട്ടാന, അത് കഴിഞ്ഞ് കടുവ, അതിനുശേഷം CPIM, ഇനി കോൺഗ്രസ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ പോവുകയാണ്. മനസ്സിലായില്ല, ഞാൻ പറഞ്ഞത് പരസ്പര ബന്ധമുള്ള വാർത്തകൾ അടുത്തടുത്ത് വരുന്നല്ലോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞതാ. വിവാദമാണ്. അതെ. സംസ്ഥാന കോൺഗ്രസിൽ വിവാദങ്ങൾ തുടരവേ ഇന്ന് പ്രധാന നേതാക്കളെല്ലാം ഒന്നിച്ച് ഒരു വേദിയിൽ എത്തും. UDFന്റെ മലയോര സമര പ്രചാരണ യാത്രയ്ക്കായാണ് നേതാക്കൾ ഒന്നിച്ചെത്തുക. കണ്ണൂർ ഇരിക്കൂർ മണ്ഡലത്തിലെ കരുവഞ്ചാലിലാണ് യാത്രയുടെ തുടക്കം. വിവരങ്ങളുമായി സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ കോൺഗ്രസിന്റെ ഐക്യം അതാണല്ലോ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നിലവിൽ. അപ്പോൾ UDFന്റെ കെട്ടുറപ്പ് അത് എത്രമാത്രം ഉണ്ട് എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പെടാൻ പോകുന്ന ദിവസങ്ങൾ വരാൻ പോകുന്നു. കാരണം UDFന്റെ ഈ പ്രചാരണ ജാഥ, മലയോര സമര പ്രചാരണ ജാഥ എന്നാണ് പേരിട്ടിരിക്കുന്നത് തോന്നുന്നു അല്ലേ അതിന്? അതെ. അപ്പൊ അതിന്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ UDFലെ പ്രധാന നേതാക്കൾ എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അതിന്റെ ഭാഗമായി പങ്കെടുക്കുന്നു. അവരെല്ലാം കണ്ണൂരിലേക്ക് ഇന്ന് കേന്ദ്രീകരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ പ്രചാരണ ജാഥ, സമര പ്രചാരണ ജാഥയിലൂടെ UDF മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, ഒപ്പം തന്നെ അതിന്റെ കാര്യപരിപാടികൾ എന്തൊക്കെയാണെന്ന്? പ്രജിൻ, ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന UDFന്റെ മലയോര സമര പ്രചരണ യാത്രയ്ക്ക് കണ്ണൂർ കരുവഞ്ചാൽ, അതായത് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ കരുവഞ്ചാലിൽ തുടക്കമാവുക.
ഫെബ്രുവരി 5 വരെ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിൽ ഫെബ്രുവരി 5-നാണ് സമാപിക്കുക. അതിനിടെ വിവിധ ജില്ലകൾ കടന്നുപോകും. 2 ദിവസം കണ്ണൂരിലെ മലയോര മണ്ഡലങ്ങളിലൂടെ യാത്ര സഞ്ചരിക്കും. തുടർന്ന് വയനാട്ടിലേക്ക് പ്രവേശിക്കും. പിന്നീട് വിവിധ ജില്ലകളിലെ മലയോര മേഖലകളിലൂടെ കടന്നു പോവുകയാണ്. അതായത് മലയോര മേഖല പലപ്പോഴും UDF-ന് കാര്യമായ പിന്തുണ പല കാലങ്ങളിലും ലഭ്യമായിട്ടുള്ള പ്രദേശമാണ്. പക്ഷേ സമീപകാലത്ത് പല പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങളടക്കം കോൺഗ്രസിനെയും UDF-നും അടക്കം ബാധിക്കും വിധം ആ മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. പല പുതിയ സംഘടനകളും സമരങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഈ യാത്ര മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നത് വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് മലയോര ജനതയെ സംരക്ഷിക്കുക, ഒപ്പം ബഫർ സോൺ വിഷയങ്ങളിലടക്കം കേന്ദ്ര ഇടപെടൽ ഉണ്ടാവുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ജാഥ നടക്കുന്നത്. പക്ഷേ അതിനുമപ്പുറത്ത് അതിന് പല രാഷ്ട്രീയ മാനങ്ങളും ഉണ്ട് എന്നത് ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. ഒപ്പം കോൺഗ്രസിനകത്ത് പല ആഭ്യന്തര പ്രശ്നങ്ങളും നടക്കുന്നു. അതിനിടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഉണ്ട്. UDF ഘടകകക്ഷി നേതാക്കളും മറ്റ് ഘടകകക്ഷി നേതാക്കളുമുണ്ട്. KC വേണുഗോപാൽ MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. അങ്ങനെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ഇന്ന് ജില്ലയിൽ എത്തുകയാണ്. ഒരേ പരിപാടിയിൽ, ഒരേ വേദിയിൽ എത്തുകയാണ്. KPCC അധ്യക്ഷനും ഈ പരിപാടിയുടെ ഉദ്ഘാടന പരിപാടിയുടെ അധ്യക്ഷനായി ഉണ്ട്. അങ്ങനെ കോൺഗ്രസിനകത്തെ പ്രശ്നം UDF-നെയും കൂടി ബാധിക്കുന്നുണ്ടോ? UDF-ൻ്റെ കെട്ടുറപ്പ് തിരഞ്ഞെടുപ്പിലേക്ക് അടക്കം പോകുന്നു. അതൊരു വശത്ത് നിൽക്കുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമായി തന്നെ എടുത്തു പറയേണ്ടതാണ്. കാർഷിക മേഖലയിലെ തകർച്ച എന്നടക്കം ഈ വിഷയം യഥാർത്ഥത്തിൽ വനനിയമ ഭേദഗതി നീക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ഈ യാത്ര UDF ആലോചിക്കുന്നത്. പക്ഷേ അതിൽ പിന്നീട് സർക്കാർ പിന്നോക്കം പോയി. പക്ഷേ അതിനും അപ്പുറത്തേക്ക് മലയോര മേഖലയിൽ ജനങ്ങളെ രാഷ്ട്രീയമായി അഡ്രസ്സ് ചെയ്യേണ്ടത് UDF-നെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണ്. വരുന്ന തിരഞ്ഞെടുപ്പുള്ളത്, തദ്ദേശ തിരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, നിയമസഭാ തിരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഈ മേഖലയിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. ആ പിന്തുണ കൂടി ഉറപ്പാക്കിയാൽ മാത്രമേ UDF രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് UDF-ന് ഏറ്റവും വളക്കൂറുള്ള മേഖലകളിലെ ആളുകളെ വിശ്വാസത്തിലെടുക്കുക എന്നതൊരു UDF-ന്റെ രാഷ്ട്രീയ വിഷയം. അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തും UDF-നെയും ഒക്കെ സംഘടനാപരമായി ഇനി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നേരത്തെ സംയുക്ത വാർത്താ സമ്മേളനം അടക്കം കോൺഗ്രസ് നേരത്തെ തീരുമാനിക്കുകയും പിന്നീട് അതുപോലും നടക്കാതെ ആദ്യഘട്ടത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. പിന്നീട് അത്തരം ചർച്ചകൾ നടക്കുന്നു, പുനഃസംഘടനയെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാകുന്നു, നേതൃമാറ്റ ചർച്ചകൾ ഉണ്ടാകുന്നു. അതൊക്കെ ഒരു വശത്ത് സജീവമായി നിൽക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റേത് മാത്രമല്ല, UDF സംസ്ഥാന കമ്മിറ്റി എന്ന നിലയ്ക്കാണ് ഈ സമര ജാഥ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഘടകകക്ഷികൾക്കും അതിൽ പങ്കാളിത്തമുണ്ട്. എങ്കിൽ പോലും UDF-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുണ്ട്. സമീപകാല വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഏറ്റവും വലിയ ഒരു UDF എന്ന നിലയ്ക്ക്, മുന്നണി എന്ന നിലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരിപാടി, അതായത് സംസ്ഥാനം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പരിപാടി UDF സംഘടിപ്പിക്കുന്നു എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ സമീപകാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ ഈ ജാഥ തുടങ്ങുന്ന ദിവസം വയനാട്ടിലെ പ്രശ്നങ്ങൾ. നമുക്ക് അവിടെ ദാരുണമായ സംഭവം ഉണ്ടാകുന്ന, ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്നു വന്യമൃഗ ആക്രമണത്തിൽ. അങ്ങനെ പ്രാധാന്യമുള്ളൊരു വിഷയം എന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അതിൽ UDF ഒരു രാഷ്ട്രീയം കാണുന്നുണ്ട്. ഒപ്പം ഈ യാത്രയിലുടനീളവും കോൺഗ്രസിലെ ആഭ്യന്തര കാര്യങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ശരി സജോ, സജോ പറഞ്ഞതുപോലെ തന്നെ UDF-ന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പരിപാടിയാണ് ഇന്ന് കണ്ണൂർ ഇരിക്കൂറിലെ കരുവഞ്ചാലിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്, അതിൽ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാവുന്ന പ്രസംഗത്തിൽ നേതാക്കൾ പറയുന്ന രാഷ്ട്രീയം എന്താണ്, അതൊക്കെ ഇന്ന് ഏറെ കൗതുകം ഉള്ളതാണ്. അതെന്താണെന്ന് നമുക്ക് വരും മണിക്കൂറുകളിലൊക്കെ മനസ്സിലാവും. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ട് തന്നെയെന്ന് സർക്കാർ ഉറപ്പിക്കുമ്പോൾ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷവും BJP-യും. ആരോപണം പുറത്തു കൊണ്ടുവന്ന രമേശ് ചെന്നിത്തല ഇന്ന് നേരിട്ട് കോൺഗ്രസ് പ്രതിഷേധത്തിൽ പങ്കെടുക്കും എന്നുകൂടി അറിയുന്നു. എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട പ്രദേശത്ത് സന്ദർശനം നടത്തുന്ന രമേശ് ചെന്നിത്തല പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. യൂത്ത് കോൺഗ്രസ് ലോങ് മാർച്ചും വരുന്ന ദിവസം നടത്തും. BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ടെത്തി പ്രതിഷേധ പരിപാടികൾ നയിക്കും. അങ്ങനെ കോൺഗ്രസും BJP-യും ഒട്ടും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം സർക്കാർ വളരെ ശക്തമായി തന്നെ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് അറിയുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയുമായി സർക്കാർ സർവ്വസഹായവും ചെയ്യുമ്പോൾ വെള്ളം ലഭിക്കാത്തതിനാൽ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയാതെ സർക്കാരിന്റെ കീഴിലെ മലബാർ ഡിസ്റ്റിലറി എന്ന വാർത്ത കൂടി വരുന്നു അനുബന്ധമായി. അതെ, അതുപോലെ തന്നെ ഈ സർക്കാർ സ്ഥാപനത്തോടില്ലാത്ത ഒരു കൂറും സ്നേഹവും ഒക്കെ എന്തുകൊണ്ട് സ്വകാര്യ സ്ഥാപനത്തോട് കാണിക്കുന്നു എന്നൊരു വിമർശനം VK ശ്രീകണ്ഠൻ MP ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. മേനോൻപാറയിൽ പൂട്ടിക്കിടന്ന ഷുഗർ ഫാക്ടറി ഏറ്റെടുത്ത് മലബാർ ഡിസ്റ്റിലറി സ്ഥാപിച്ചത് 2009-ൽ. 10 ലൈൻ ബോട്ടിലിംഗ് പ്ലാന്റ് തുടങ്ങാനായിരുന്നു ആദ്യ പദ്ധതി. പിന്നീട് ജവാൻ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനമായി. 25 കോടി രൂപ ഇതിനായി ബെവ്കോയ്ക്ക് അനുവദിക്കുകയും ചെയ്തു. പക്ഷേ മേഖലയിലെ കുടിവെള്ളക്ഷാമം തിരിച്ചടിയായി. പ്ലാന്റിലേക്ക് ദിനംപ്രതി ആവശ്യമായ 2 ലക്ഷം ലിറ്റർ വെള്ളം കണ്ടെത്തുക അസാധ്യമായി. ഇതോടെ പദ്ധതി അനന്തമായി നീണ്ടു. ഇത് സർക്കാരിന്റെ മലബാർ ഡിസ്റ്റിലറീസ് ആണ്. ഇവിടുത്തെ പ്രത്യേകത 25 കോടി രൂപ ചെലവഴിച്ച് ഇവിടെ നിർമ്മാണം ആരംഭിച്ച് അത് ആ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ കിടക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു,
ഒരു തുള്ളി വെള്ളമില്ല, ഒരു ബോട്ടിലുമില്ല, ഒരു മലബാർ ബ്രാൻഡിയുമില്ല. എവിടെ കേരളത്തിന്റെ മലബാർ ബ്രാൻഡി? സമീപത്തെ പുഴകളിൽ നിന്ന് പ്ലാന്റിലേക്ക് വെള്ളം എത്തിച്ച് കമ്പനി പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും പ്രാദേശിക എതിർപ്പുകളും മറ്റും കാരണം പദ്ധതി എങ്ങും എത്താതെ കിടക്കുകയാണ്. ഇതേ സ്ഥലത്തിന് 6 കിലോമീറ്റർ അപ്പുറത്താണ് വിദേശ കമ്പനിക്കായി സർക്കാർ സർവ്വ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നത്. 24 പാലക്കാട്. അപ്പോ നമ്മൾ നിൽക്കുന്നത് കൊച്ചി ഇന്റർനാഷണൽ വിമാനത്താവളത്തിന്റെ തൊട്ടടുത്താണ്. വിമാനങ്ങൾ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുകയും ലാൻഡിങ് നടത്തുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു വിമാനം പോകാനോ വരാനോ തയ്യാറാവുന്നുണ്ട്, ഒരു വിമാനം എനിക്ക് തോന്നുന്നു ടേക്ക് ഓഫിന് തയ്യാറാവുന്നുണ്ട്. അപ്പൊ പ്രേക്ഷകര് കല്ലുംകൂട്ടം എന്ന് പറയുന്ന ഈ സ്ഥലത്താണ്, ഗ്രാമത്തിലാണ് നമ്മളുള്ളത്. ശ്രീമൂലം നഗരം പഞ്ചായത്തിലാണ് ഇതുള്ളത്. അപ്പോൾ അതിനൊരു വിദൂര ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അവിടെ നിന്ന് ഒരു വിമാനം ടേക്ക് ഓഫിന് ഒരുങ്ങുന്നുണ്ട്. അത് ഒരു വിമാനത്തിന് ടേക്ക് ഓഫ് ആണ്. ഇതൊക്കെ വളരെ റെയർ ആയിട്ടുള്ളൊരു കാഴ്ചയായതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് നമ്മൾ ഇത്ര അടുത്ത് നമ്മൾ ടേക്ക് ഓഫ് കണ്ടത് അപൂർവമായിരിക്കാം. ഇതാ ഇപ്പോ ഒരു വിമാനത്തിന്റെ ടേക്ക് ഓഫ് നടക്കുന്നുണ്ട്. അത് റൺവേയിലൂടെ ഇങ്ങനെ കുതിച്ചു വന്ന് അത് ഉയർന്നു പോകും. ആ ദൃശ്യം എനിക്കത് ലാൻഡ് ചെയ്താണോ? അല്ല അല്ലേ, ടേക്ക് ഓഫ് അല്ല, ലാൻഡ് ചെയ്താണ്. ലാൻഡ് ചെയ്താണ്. ഓക്കെ. അപ്പോൾ അത് സംഭവിക്കട്ടെ. നമുക്ക് വാർത്തകളിൽ കൂടി വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്, അതിലേക്ക് പോകണം. കോഴിക്കോട് കല്ലായിൽ നിന്നുള്ളൊരു വാർത്തയാണ്. അവിടെ തമിഴ്നാട് സ്വദേശികൾ തമ്മിൽ തല്ലി എന്നൊരു വാർത്തയാണ് വരുന്നത്. മർദ്ദനത്തിൽ ഒരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. മിഥില, ഗുഡ് മോർണിംഗ്. എന്ത് കാര്യത്തിനായിരുന്നു ഇവർ തമ്മിൽ ഒരു തർക്കമുണ്ടായത്? അത് സംഘർഷത്തിലേക്ക് നീളുന്നു. ഇവരുടെ പരിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ്. തമിഴ്നാട് സ്വദേശികളാണ്. മദ്യപിച്ച് ആദ്യം വാക്കേറ്റമുണ്ടാകുന്നു. അത് കയ്യാങ്കളിയിലേക്കും വലിയ രീതിയിലുള്ള തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും എല്ലാം പോകുന്നു. ഇതിലാണ് ഒരാൾക്ക് ഈ തമ്മിൽ തല്ലിയ തമിഴ്നാട് സ്വദേശികളിൽ ഒരാൾക്ക് തലയ്ക്ക് പരുക്കേറ്റിട്ടുണ്ട്. ഇയാളെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രദേശം എന്നത് ഇത്തരത്തിൽ രാത്രിയാകുന്ന സമയത്ത് ഈ അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ തമിഴ്നാട് സ്വദേശികൾ ഇത്തരം ആളുകൾ മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്ന സ്ഥിരം സംഭവമാണെന്ന് നാട്ടുകാരും വ്യാപാരികളും എല്ലാം പറയുന്നുണ്ട്. ഇതിനു മുമ്പും ഇത്തരം പരാതികൾ ഇവർ പോലീസിൽ നൽകിയിട്ടുണ്ട്. ഇന്നലത്തെ ഈ ഒരു സംഭവം രാത്രിയാണ്. തുടർന്ന് ഇവർ രണ്ടുപേരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കമുണ്ടാകുന്നു, സംഘർഷത്തിലേക്ക് പോകുന്നു. ഇതൊരു ശമിപ്പിക്കാൻ വേണ്ടി ഇതിൽ ഒരാളെ നാട്ടുകാർ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, അതിൽ ഒരാളെ നാട്ടുകാർ അവിടെ സമീപത്തുള്ള പോസ്റ്റിൽ കെട്ടിയിട്ട ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഇവ കെട്ടിയിട്ടതിന് ശേഷമാണ് പന്നിയങ്കര പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നത്. പിന്നീട് പോലീസ് എത്തിയാണ് രണ്ടുപേരെയും ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ക്രിസ്റ്റീന പ്രജിൻ. ശരി, മിഥില ബാലനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.